ഉത്രാട ദിനത്തിലെ കുഞ്ഞു സന്തോഷങ്ങളുമായി ഒരു കുഞ്ഞു വ്ളോഗ്. അന്ന് മുത്തുഅമ്മായിയുടെ നവതി ആഘോഷവും ഞങ്ങളുടെ ബാലേട്ടൻ്റെ ഹൗസ് വാമിങ്ങും ആയിരുന്നു. അത് രണ്ടിനും ഞങ്ങൾ പങ്കെടുത്തു. അന്ന് ചന്തൂട്ടിയുടെ പിറന്നാൾ നടത്തി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഒരു ചെറിയ ആഘോഷവും ഉണ്ടായിരുന്നു. ഒരു നല്ല ദിവസം ബീനിയും സരിതയും ഞാനും ധന്യയും ശൈലും കൂടെ ഒത്തുചേർന്നൊരു ദിവസം. കുറേ നേരം ഇങ്ങനെ ഇരുന്നു, കുറേ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് നേരെ ചിത്രപുരിയിലേക്കാണ് പോയത്. കാവശ്ശേരി പാടൂരിനടുത്തുള്ള ചിത്രപുരി. അവിടെ പോയി അവിടെ നിന്ന് ചന്തൂട്ടിയുടെ കേക്ക് കട്ടിങ് നടത്തി. ചന്തൂട്ടി എൻ്റെ ഏട്ടൻ്റെ മോളാണ്, ചന്ദന എന്നാണ് പേര്, 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ചന്ദന ഞങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക്, അതായത് മുത്തശ്ശി, അത് കഴിഞ്ഞ് അമ്മയും അമ്മയുടെ സിബ്ലിങ്സും, അത് കഴിഞ്ഞ് ഞാൻ, ഏട്ടൻ, നെറ്റാലിയ, ഗാന, ശ്രുതി, അമ്പി, അങ്ങനെ ഒരു ഗ്യാങ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളിലേക്കുള്ള യാത്രയിലെ ആദ്യത്തെ മോളാണ് ചന്ദന. അങ്ങനെ ചന്ദനയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞതാണ്. ഞങ്ങൾ പത്തിരിപ്പാലിയിലായതുകൊണ്ട് വലുതായിട്ട് ഇങ്ങനെ കേക്കൊന്നും മുറിച്ച് ആഘോഷിച്ചിരുന്നില്ല. ആ ആഘോഷം ഉത്രാടത്തെ ദിവസം വൈകുന്നേരമാണ് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ ചിത്രപുരി പോയി കേക്ക് മുറിച്ചു. നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം എപ്പോൾ എന്ത് പറഞ്ഞാലും കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ഹാപ്പിയാണ് അല്ലേ. ഏട്ടനും നിമ്മിയും മക്കളും ഞാനും മോളും അമ്മയും ഒക്കെ കൂടെ ചേരുമ്പോൾ മനു ഉണ്ടെങ്കിൽ അതിലേറെ സന്തോഷം. മനു അബുദാബിയിലായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഞങ്ങളുടെ ലോകമൊന്ന് തൃപ്തിപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ വിചാരിക്കും നമ്മളിങ്ങനെ മാറി നിൽക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര പോവാം, ഒറ്റയ്ക്ക് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാമെന്നൊക്കെ. പക്ഷേ അതൊന്നും ഇതുവരെയും മാനസികമായി വിജയിച്ചിട്ടില്ല. പുറത്ത് നമ്മൾ നന്നായി ചെയ്താലും മാനസികമായി എപ്പോഴും എല്ലാവരും വേണം. അങ്ങനെ തന്നെയാണ് അല്ലേ. അങ്ങനെ തന്നെയായിരുന്നു അന്നും. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. കുറേ തമാശകൾ പറഞ്ഞു. സ്വതവേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും മക്കളും ഒരു ബോണ്ടിങ് ആണ്. ഞങ്ങളുടെ തമാശകളൊക്കെ നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ചന്ദനടി, നിരഞ്ജൻ്റെ, ചൈതന്യടി നടക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരിലേക്ക് പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ ഈ ഫാമിലി ഏട്ടനെ പരമ്പരപ്പുറ സ്കൂളിൽ പഠിപ്പിച്ച രത്നകുമാരി ടീച്ചറേയും ഫാമിലി അവിടെ വെച്ച് കണ്ടു. പിന്നെ സൂം ചെയ്ത് എടുക്കാതിരുന്ന അവരുടെ പ്രൈവസിയെ ബാധിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരെടുത്തതല്ലേ. ഞാൻ വെറുതെ ഹോട്ടലെടുത്തപ്പോൾ അവരിൽ വിട്ടു. അവിടെ ചിത്രപുരി നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ്. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഓണായതുകൊണ്ട് ഊഞ്ഞാലെല്ലാം കെട്ടിയിരുന്നു. പിന്നെ ഇവർ ഭയങ്കര ഊഞ്ഞാലാട്ടമായിരുന്നു. ഒന്നും കൂടിയിട്ട് മാറിയുള്ള ഊഞ്ഞാലാട്ടം. നല്ല രസമായിട്ട് തോന്നി അതൊക്കെ. മക്കൾ എൻജോയ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതിൻ്റെ ഒരു രസം. ഞാനും ചന്ദനയും കൂടെ കുറച്ച് ചിത്രപുരിയിൽ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അവളും കൂടെ ഇങ്ങനെ നടന്നു. അവൾക്ക് കുറേ വർത്തമാനങ്ങൾ പറയുന്നത്. അവളൊരു വായാടി പാറുവാണ് കേട്ടോ. ഒത്തിരി നേരം പോലും മിണ്ടാതിരിക്കില്ല. പിന്നെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഇവരുടെ കളിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാണ്. എൻ്റെ ഏടത്തി അമ്മയാണ് നിമ്മി, ഇത് ഏട്ടനും അമ്മയും. അങ്ങനെ ഒരു നല്ലൊരു സായാഹ്നം കടന്നുപോയി. അപ്പോഴേക്കും ചന്ദനയും ഊഞ്ഞാലാടിയിരുന്നു കേട്ടോ. ആ വീഡിയോ കാണുന്നില്ല ഇതിൽ. ഇത് നിരഞ്ജനാണ്. നിരഞ്ജനെ ചന്ദന ഊഞ്ഞാലാട്ടണത്, ലളിത ചന്ദന ഊഞ്ഞാലാടുന്ന മുതലുണ്ട്. അങ്ങനെ ഒരു നല്ല ദിവസം കഴിഞ്ഞു.